സ്തോത്രം. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് അകത്തോടല്ല വരുത്തേണ്ടത്, ഇത് വരുത്തിയേച്ച് വേണം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ. നമ്മളെല്ലാം പ്രാർത്ഥനയ്ക്ക് അകത്തോടെ വരുത്താനിരിക്കുക. താവേ സ്തോത്രം. അമ്മായിമ്മയ്ക്കൊരു മാനസാന്തരം കൊടുക്കണമേ പ്രാർത്ഥനയ്ക്ക് അകത്തോടെ. അമ്മായിമ്മ മാനസാന്തരപ്പെട്ടേച്ച് വേണം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ. പുതുതായിട്ട് വരുന്നവരുടെ കാര്യമല്ല പറഞ്ഞു. അവർ ചിലപ്പം വചനം കേൾക്കുമ്പോഴായിരിക്കും മാനസാന്തരം. പെന്തിക്കോസ് നേരത്തെ മുതലുള്ള ആൾക്കാരുടെ കാര്യം പറ. അപ്പം ഈ 6 ഗ്രൂപ്പുകാരും ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തണം. ഇത് വരുത്തിയിട്ടാണ് ഒടുവിൽ പറഞ്ഞത് കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്ടോണം. അപ്പോൾ ആദ്യം പൗലോസ് ഭാര്യമാരെ വിളിച്ചു. മോളെ, ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ, ഭാര്യമാരെ കർത്താവിൻ എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. ഇതൊക്കെ നമ്മൾ പകല് ചിന്തിച്ചതാ, നീ അപ്പം ആവർത്തിക്കുന്നില്ല. പകല് വരാത്തവർക്ക് ഒന്നുകൂടെ കേട്ടാൽ കൊള്ളാം, നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ ഒരു ചിന്ത വരും. ഇന്നിപ്പോൾ അതിന് സമയമില്ല. അപ്പോൾ 5:22 ഭാര്യമാരെ വിളിച്ചു നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഭാര്യ ഭർത്താവിനോട് എങ്ങനെ ഇടപെടണം? ഭർത്താവിനെ ബഹുമാനിച്ചോണം. ഞാനെപ്പോഴും പറയും, കല്യാണ ശുശ്രൂഷക്കൊക്കെ അവസരം കിട്ടും പറയും. ഇപ്പം ഈ വെസ്റ്റേൺ കൾച്ചർ വന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരെ പേര് വിളിക്കുന്നവരുണ്ട്. ചില അങ്ങനെ ഉണ്ട്, പേര് വിളിക്കും, ഒരു മടിയില്ല. ഞാനും ഒരു ഹൗമയിൽ കുട്ടി പാസ്റ്ററും അവരുടെ പേര് ഞാനങ്ങ് മറന്നു, ഓട്ടോ ഓടിക്കുന്ന കുഞ്ഞോനച്ചാന്, ഞങ്ങളെല്ലാം കൂടെ ഒരു വീട്ടിലിരിക്കുമ്പം അവിടുത്തെ അമ്മാമ്മ അല്പം മിടിക്കുകയല്ല ബഹു മിടിക്കുക. ഞങ്ങൾ സിറ്റ് ഔട്ടിരിക്കുക. ആ വീട്ടിലെ അച്ചായനുമുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മാമ്മ അകത്തിൽ നിന്ന് വന്നു വെച്ചു, ബാബു ഇങ്ങോട്ടൊന്ന് വന്നെന്ന് പറഞ്ഞ അകത്തോട്ടങ്ങ് പോയി. അപ്പം ഞാൻ വെളിയിലോട്ട് നോക്കി, പണിക്കാർ വലിയൊരു അവിടെ തെങ്ങിന് തടം എടുക്കാനോ ഇല്ല. ഞാൻ അപ്പം ചുമയിലോട്ട് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, പുള്ളിയെ വിളിച്ചാന്ന് പറഞ്ഞു. പുള്ളിയെ വിളിച്ച ഭർത്താവിനെ വിളിച്ചതാ, ബാബുവെന്ന് തീർത്താ വിളിച്ചത്. നമ്മളെന്നെ വായിച്ച അല്ലേ? അങ്ങനല്ലേ? ഈ നമ്മൾ മധ്യ തിരുവിതാംകൂറിലൊക്കെ ഒരു പ്രയോഗമുണ്ട്, ഇച്ചൻ പ്രയോഗമുണ്ട്. ചാക്കോച്ചൻ, തോമാച്ചൻ, കറിയാച്ചൻ, ലൂക്കാച്ചൻ. ഇച്ചൻ പ്രയോഗം ബഹുമാനമാണ്. അമ്മ പ്രയോഗമുണ്ട്, തങ്കമ്മ, ചിന്നമ്മ, അല്ലേ? അത് ബഹുമാന സൂചകമാണ്. ബാബുച്ച പറഞ്ഞാൽ പോരെ? അവർ തീർത്ത് ഒരു ശങ്കയും കൊണ്ട് ബാബുവേ ഇവിടുന്ന് വന്നതെന്ന് പറഞ്ഞു അകത്തോട്ട് പോയി. 2 സെക്കൻഡ് കഴിഞ്ഞപ്പം ഇദ്ദേഹം അകത്തോട്ട് പോയി, ഭർത്താവ്. ഞാൻ വേറെ ദിവസം എടുത്ത് വെച്ച് ചാമ്പയിലോട്ട് പറഞ്ഞ് ഞാനും പോവാന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞ് ചായ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതോടെ കുടിച്ച് വെച്ച് പതുക്കെ വന്നാൽ മതി. അയ്യോ നമ്മൾ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞല്ലയോ വന്നേ? ഞാൻ പറഞ്ഞു വന്നാ അങ്ങനെ, പക്ഷേ ഞാൻ പോവാം. എന്നാ? ഞാൻ പറഞ്ഞു പച്ചമരത്തോട് ഇങ്ങനെ ആന്നേ, പച്ചമരത്തോട് അവർ തീർത്ത് ബാബുന്ന് വിളിച്ചാൽ ചാകത്തോട്ട് കയറിയേക്കുന്നത്. ഇനി തിരിച്ചിറങ്ങുമ്പം അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. ഞാൻ എല്ലായിടത്തും പറയും, ചിലപ്പോൾ നിങ്ങൾ ഭർത്താവിനേക്കാളും 2 വയസ്സ് മൂത്തതായിരിക്കും, എന്നാലും പേര് വിളിക്കരുത്. മനസ്സിലായോ? കള്ളത്തരം പറഞ്ഞ കല്യാണമൊക്കെ നടത്തിയത് 2 വയസ്സിന് മൂത്തതായിരിക്കും. അത് 2 പേരോട് നടക്കുമ്പോഴും അറിയാം ആൾക്കാർക്ക്. എന്നാലും പേര് വിളിക്കരുത്. ഭർത്താവല്ലേ, ബഹുമാനിച്ചോണം. സ്തോത്രം. ഏത് സദസ്സിലും എവിടെയും അവനവൻ്റെ ഭർത്താവിനെ ബഹുമാനിച്ച് സംസാരിക്കാവൂ. ഭർത്താവ് കൊണ്ടും ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കണമെന്ന ബലഹീന പാത്രമാണ്. അതുകൊണ്ടാണ് ആടിക്കൂട്ടുന്നതെല്ലാം ബഹുമാനം കൊടുക്കേണ്ടതൊന്നുമല്ല, എന്നാലും ബലഹീന പാത്രമാണ്. കറി ചിലപ്പോൾ ഉപ്പ് കൂടി അല്ലേ കുറഞ്ഞു, ചില ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടാക്കി വെച്ചിരിക്കുക. നാളെ അതും കിട്ടുകയില്ല. അങ്ങനത്തെ കാലമാണ് ഇപ്പം. സമത്വമല്ലേ അല്ലേ? സംവരണം 50%. അത് അപ്പാതി 50-50. അങ്ങനത്തെ ബിസ്ക്കറ്റും ഉണ്ട് 50 അല്ലേ ഭർത്താവിൻ്റെ. ഇപ്പം പിന്നെ പുതിയ നിയമം കൊണ്ട് കൊണ്ടുവന്നോന്ന് അറിയത്തില്ല. വീട്ടു ജോലി ചെയ്യുന്നതിന് ഭാര്യയ്ക്ക് ശമ്പളം കൂടെ കൊടുക്കാൻ തുടങ്ങിയെന്ന്. കൊടുക്കുന്നോ മേടിച്ച പെണ്ണുങ്ങൾ കാണുമായിരിക്കും. ഇല്ല, നിങ്ങൾ പേപ്പർ വായിച്ചില്ലേ? അയ്യോ, ഭർത്താവിനെയും അവനവൻ്റെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നത് ഒരനുഗ്രഹവും നന്മയാണ്. അതിനാ ശമ്പളം അല്ലേ? ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പെരുമാറി അദ്ദേഹത്തെ ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് വിധേയപ്പെട്ട് ദൈവം തരുന്ന കുഞ്ഞുങ്ങൾക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഈ സ്ത്രീകളെപ്പറ്റി പറയുന്നത് തന്നെ വീട്ടുകാര്യം നോക്കണമെന്ന്. അങ്ങനെ വീട്ടുകാര്യം വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ടെന്ന് പറ. ഉണ്ട്. അത് നേരത്തെ പറയായിരുന്നു, എത്ര സമയം പോകുമായിരുന്നു. പൗലോസ് കൊടുത്തിരിക്കുന്നത്
7 കൂട്ടം കാര്യം അമ്മമാര് പെൺപിള്ളേരെ ശീലിപ്പിക്കണമെന്ന 7 കൂട്ടം കാര്യം. ഒന്ന് വായിച്ചേ, എവിടാന്നായിരിക്കും അല്ലയോ? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. അമ്മമാരെല്ലാം ഉറങ്ങരുത്, ശ്രദ്ധിക്കണം. പെൺപിള്ളേരും ശ്രദ്ധിച്ചോണം. അമ്മമാര് പെൺപിള്ളേരെ പഠിപ്പിക്കേണ്ട, ശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരണം. പിന്നെ എന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൻ. അല്ലല്ല, നന്നായിട്ട് വായിക്കണം മോളെ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും വൃദ്ധന്മാരും നന്നായിട്ട് വായിരേ. ഇതിൽ വൃദ്ധമാരും അങ്ങനെ തന്നെ. ചെറിയ കുത്തു മാറിയപ്പോ ആണിനെ പെണ്ണാക്കി, പെണ്ണിനെ ഒരു കുത്തു മതി ആണിനെ പെണ്ണാക്കാനും. വൃദ്ധമാരും 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വൃദ്ധന്മാർ. അപ്പം ഞാനിങ്ങനെ അത് അങ്ങോട്ട് മനസ്സിലാകാൻ 2-ാം അധ്യായത്തിന്റെ 1-ൽ അപ്പന്മാരുടെ കാര്യമായി പറയാൻ, ഭർത്താവ് അല്ലെ അപ്പൻ. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം. വൃദ്ധമാരും അങ്ങനെ തന്നെ, അമ്മമാരുടെ കാര്യമാണ്. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏശനി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും. അടുത്ത വാക്യം, ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ. ഇങ്ങോട്ട് നോക്കിക്കേ, എല്ലാവരും കുനിഞ്ഞു കിടക്കാതെ ഇങ്ങോട്ട് നോക്കിക്കേ. ആ സഹോദരി വായിക്കും. ഇത് ഈ പുസ്തകത്തിലുള്ള കാര്യമാണ് വായിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നോക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാം അവിടെ കമന്ന് കിടന്നാൽ പിന്നെ ഞാൻ ആരോട് പറയാൻ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏശനി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും ദൈവത്തിന്റെ തിരുവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ. അപ്പൊ മുകളിലത്തെ വാക്യത്തിൽ വൃദ്ധമാർ, താഴത്തെ വാക്യത്തിൽ പറ യൗവനക്കാരത്തികളെ. അപ്പൊ നമുക്ക് മനസ്സിലാകാൻ ഞാനിപ്പോ പെട്ടെന്ന് പറയാം, അമ്മമാര് പെൺപിള്ളേര് അങ്ങനെ അങ്ങോട്ട് പഠിക്കാൻ പോവുക. വൃദ്ധമാർ യൗവനക്കാരത്തികളെ. യൗവനക്കാരത്തികളെ വൈദ്യമോളെ. ഭർത്തൃപ്രിയമാരും ശ്രദ്ധിച്ചോണ്ട് 7 കൂട്ടം കാര്യമാ. ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. ഇനി ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിച്ചെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിച്ചെടുക്കണം. അവർക്ക് ആ ശീലം കാണുകയില്ല. അപ്പം അമ്മമാർ വേണം അവരെ. അമ്മയ്ക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എപ്പോഴും പറയും, കാലം കൊടുക്കണം, നടുവിന് വേദനയുണ്ടോ? അപ്പം ശ്രദ്ധിച്ചേ, ഈ ഞാൻ അലോഗ്യം ഉണ്ടാക്കാനൊന്നും പറയുകയല്ല. പുള്ളി വന്നേ പിന്നെ കുടുംബത്തിൽ പ്രശ്നമാണ് പാസ്റ്റർ എന്ന് പറയരുത്. നല്ല വശത്തിലെടുക്കണം. ഈ അപ്പന്മാരെക്കായാലും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നത് അമ്മമാരാണ്. അതെ, അമ്മമാർ, സ്ത്രീകളാണ്. ഞങ്ങൾ പുരുഷന്മാർ കർത്താവിൻ്റെ വേലക്കാരാണെങ്കിൽ അധ്വാനിച്ച് കർത്താവ് തരുന്ന അനുസരിച്ച് വീട്ടുകാര്യം നടത്തും. മറ്റ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നന്നായിട്ട് അധ്വാനിച്ച് സന്ധിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ തരും. പക്ഷേ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും അവരുടെ ഭാവിക്കും അവരുടെ സ്വഭാവ വൈശിഷ്ട്യത്തിന് ഏറ്റവും ഉതകുന്നതും ഒത്തിരി കഷ്ടപ്പെടുന്നത് അമ്മമാരാണ്. അപ്പന്മാരെക്കാളും കൂടുതൽ പിള്ളേരെ വളർത്താൻ കഷ്ടപ്പെടുന്നത് കൊച്ചുങ്ങളാണെങ്കിലും കരഞ്ഞാൽ ഓടി അമ്മയുടെ അടുക്കലോട്ടാണ് ആദ്യം ചെല്ലുന്നത്. അപ്പം ഇട്ടേച്ചും ചെല്ലുന്ന ആരുടെ അടുക്കലോട്ടാണ്? അമ്മയുടെ അടുക്കലോട്ട്. വിശന്നാലും ആദ്യം ഓടി വരുന്നത് അമ്മയുടെ അടുക്കലോട്ടാണ്. അപ്പം അമ്മയും മക്കളുമായിട്ട് നല്ല ബന്ധമാണ്.